ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞാനും മോളും ഏട്ടനും അനിയത്തിയും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അനിയത്തിക്ക് സെൻഡ് ഓഫ് ആണ് ഓഫീസിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കബൈൻ ബാംബൂൽ വെച്ചിട്ട് അവർക്ക് സെൻഡ് ഓഫിൻ്റെ പാർട്ടി ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ 2-2:30 ഉണ്ടാവും ഇറങ്ങുമ്പം. ഫുഡൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അവൾ ഫുഡ് കഴിക്കാത്ത പോയതിൽ കാര്യമുണ്ട്, നമ്മൾ എന്തുകൊണ്ടാണ് ഫുഡ് കഴിക്കാനെന്നാണ് മനസ്സിലാവാത്തത്. പിന്നെ അനിയത്തിയെ കബൈൻ ബാംബൂലേക്ക് ആക്കിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. മോള് കുറച്ച് ബഹളമൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് എടുക്കലൊന്നും പോസിബിൾ ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ മട്ടൻ ബിരിയാണിയും ഞാൻ എഗ് ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മഹാറാണി ജ്വല്ലേഴ്സിലേക്കാണ് പോയത്. ഇവിടെ പോകാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ അതിന് മുന്നേ ഈ വീഡിയോ എടുക്കുന്നത് മോളുടെ ബർത്ത്ഡേക്ക് മുന്നേ ആണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ മോൾക്ക് വേണ്ടിയിട്ടൊരു ഗോൾഡിൻ്റെ കൊലുസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ ഗോൾഡിൻ്റെ കൊലുസൊക്കെ വാങ്ങിച്ച് അവിടെ വെച്ച് ആ സമയത്താണ് എനിക്കെൻ്റെ കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് ഇല്ലേ, അതൊന്ന് മാറ്റണമെന്ന് തോന്നിയത്. കാരണം അതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. അപ്പോൾ ഇനിയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ റേറ്റ് കൂടി വരുമല്ലേന്ന്. അപ്പോൾ ഇപ്പം തന്നെ മാറ്റിക്കോളാം ഏട്ടൻ പറഞ്ഞു. അപ്പോൾ അത് മാറ്റിയിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അത് പിന്നെ വീഡിയോ അല്ലേ, കുറച്ച് ഷോ ഓഫ് കാണിക്കാമെന്ന് കരുതി നമ്മൾ. അപ്പോഴേക്കും ഇതാ മോള് വരുന്നുണ്ട്. ഇത് നിങ്ങൾ എനിക്ക് വാങ്ങാൻ വന്നിട്ട് നിങ്ങളാണല്ലോ കോൾ അടിക്കുന്നതെന്നുള്ള നോട്ടം നോക്കി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞത്, സൂര്യ വിളിച്ച് പറഞ്ഞു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കൂട്ടാൻ വരാൻ പറഞ്ഞു. പിന്നെ നേരെ പോയി അവളെയും കൂട്ടിയിട്ട് ഗ്രീൻസിലേക്ക് പോയി. ഗ്രീൻസിൽ പോയത് മോൾക്ക് ഡയപ്പേഴ്സും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഡയപ്പേഴ്സൊക്കെ ഇവിടെ നിന്ന് ഓഫറിൽ കിട്ടുന്നതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ സൂര്യ പുറത്തിരിക്കുകയാണ് ചെയ്തത്. ഞാനും മോളും ഏട്ടനും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം നമ്മൾ അധികം ഇവിടെ നിന്ന് തന്നെയാണ് ഡയപ്പേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറ്. മോൾ ആ സമയത്തേക്ക് ഉറക്കമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് വൈൽഡ് കഫേയിലേക്കാണ്. ഇവിടെ പോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇവിടെ കേക്ക് ഓർഗാനിക് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ മോൾക്ക് കേക്ക് കൊടുക്കുമല്ലോ. അപ്പം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കേക്ക് കൊടുക്കണമെന്ന് എനിക്ക് ഉടനെ ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടുന്ന് കെമിക്കലൊന്നും ചേർക്കാതെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത അടിപൊളി കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇവിടെ വന്നിട്ട് നമ്മൾ കേക്കിന് അങ്ങ് ഓർഡർ കൊടുത്തു. അപ്പം ഞാനും അനിയത്തിയും കൂടി വണ്ടിയിൽ ഇരിക്കുക ചെയ്തത്, മോളും കൂടിയിട്ട്. പിന്നെ ഏട്ടനാണ് പോയൊക്കെ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. കാണുന്നവർ വിചാരിക്കുന്നുണ്ട് ഇവരെപ്പോഴും ബീച്ച് തന്നെയാണല്ലോ കാണിക്കുന്നതെന്ന്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ണൂർ പോകുമ്പോഴും വരുമ്പോഴായി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പ വഴിയും അതുപോലെ പോകാൻ ഇഷ്ടമുള്ള വഴി ഈ ബീച്ച് വഴി പോകുന്നതാണ്. തട്ടുകടയുണ്ട്. അപ്പോൾ തട്ടുകട എത്തിയപ്പോഴും നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്നുള്ള തോന്നൽ ഇങ്ങനെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നു. പിന്നെ ഒരു പ്രഗ്നൻ്റായ ഒരു കുട്ടിയല്ലേ നമ്മുടെ കൂടെ ഉള്ളത്, അവൾക്ക് കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹം നിരസിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിർത്തി കുറച്ച് കഴിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് അതും വാങ്ങിച്ച് വീട്ടിലേക്കും കൂടി വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല, വീട്ടിലേക്ക് വാങ്ങിക്കുക ചെയ്തത്. പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.